കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നേ ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് വൈറലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാലഡ്, ഒരു നേപ്പാളി സാലഡ് എന്നാണ് ഇതിനെ പറയണേ. എനിക്കറിയില്ല ഇത് എവിടെ ഉള്ളതാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പൊട്ടറ്റോ ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് ഇഷ്ടമാവും, തൈരൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ ഒന്ന് ഉണ്ടാക്കി നിങ്ങളെ കൂടി ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. വളരെ ഈസിയുമാണ്. നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലാത്തപ്പോൾ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയൊരു വളരെ ഈസിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, ഒരു മീഡിയം പുളിയുള്ള തൈര് മതി. അതുപോലെ തന്നെ അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് പൊട്ടറ്റോ, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോൻ്റെ ഹാഫാണ് എടുത്തേക്കണേ. അതിനൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ ഒണിയൻ ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി വേണം, ഇല്ലെങ്കിൽ ജീരകമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടി ചേർക്കുന്നതിൻ്റെ ഇത് കളറനുസരിച്ചിട്ട് നമുക്ക് പൊടി കൂടുതലോ കുറവോ ചേർക്കാം. കാരണം ഇതിന് എരിവ് ഇല്ലാത്തൊരു സംഭവമാണിത്. ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് വേണം കേട്ടോ, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ പൊട്ടറ്റോയും ഈ ഒണിയനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു തടുക്കയും കൂടി വേണം കേട്ടോ. അപ്പോൾ തടുക്കയിൽ നമുക്ക് വേണമെങ്കിൽ കടുകോ ജീരകമോ എന്ത് വേണമെങ്കിലും പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒണിയൻ ചേർത്ത് കൊടുത്തു. ഞാൻ അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഈ പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് സ്മാഷ് ചെയ്യേണ്ട, കുറച്ച് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടന്നാൽ മതി. എന്നാൽ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിനെ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകവും കുറച്ച് കാശ്മീരി ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കുറച്ച് നെയ്യിൽ മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്ക്ക് പകരം ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ തൈരിലെ ഐറ്റംസിനൊക്കെ ഉണ്ടല്ലോ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നേപ്പാളി ഡിഷ് എന്ന് പറയണത്. ഇത് സാലഡ് എന്ന് ചിലവർ പറയുന്നുണ്ട്, വേറെന്തോ പേരൊക്കെ കേൾക്കുന്നുണ്ട് നേപ്പാളിയിലെ, എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഉണ്ടല്ലോ ഞങ്ങളുടെ വാച്ച്മാൻ നേപ്പാളിയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഒരു ദിവസം ചെന്ന് ചോദിച്ചു നോക്കി, ഇങ്ങനൊരു സാധനം ഉണ്ടോ, എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഹിന്ദി മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ അവൻ്റെ ഹിന്ദിയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അവന് എത്ര പറഞ്ഞിട്ടും അവൻ്റെ തലയിലേക്ക് കയറില്ല. അങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് അവന് കേട്ടറിവ് പോലും ഇല്ല. പിന്നെ ഇത് എന്ത് ഡിഷാണ്, എന്താണ് നേപ്പാളിൽ ഏത് വിഭാഗക്കാരാണ് ഉണ്ടാക്കണേ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ സാധനം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. കുഴപ്പമില്ല. ഞാനിതിന് മുന്നേ ഒരു ദഹി ബൈങ്കൻ, അതായത് വഴുതനങ്ങ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ബംഗാളി ഡിഷാണ്. അത് അങ്ങനെ ഒരു സാധനം ഉള്ളതാട്ടോ ബംഗാളിൽ. കാരണം അത് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ബംഗാളി ആയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും സൈറ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തടുക്കയിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തോളൂ, നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇതിൽ കടുകും ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ടേസ്റ്റ് ഇത്തിരി കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.